ഇസ്രായേലിലെ സൈനിക രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനമായ S-500 റഷ്യ രഹസ്യമായി ഇറാന് കൈമാറിയെന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ശതാബ്ദങ്ങളായി മേഖലയിൽ അമേരിക്കയും ഇസ്രയേലും പുലർത്തിയിരുന്ന ആകാശ മേധാവിത്വത്തിന് ഇതോടെ കനത്ത വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. സൈനിക വിദഗ്ധനായ ഡഗ്ലസ് മാർഗ്രേഗറുടെ നിരീക്ഷണങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു ചെറിയ ആയുധ കൈമാറ്റമല്ല, മറിച്ചൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണെന്ന് തന്നെ മനസ്സിലാക്കണം. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന S-500 പ്രോമിത്യൂസ് വെറുമൊരു മിസൈൽ പ്രതിരോധ സംവിധാനമല്ല. ബാലിസ്റ്റിക് മിസൈലുകളെയും ഹൈപ്പർസോണിക് മിസൈലുകളെയും മാത്രമല്ല, താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളെ പോലും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇത്തരമൊരു സംവിധാനം ഇറാന്റെ കൈവശം എത്തുന്നത് ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. ഇസ്രായേലിന്റെ പക്കലുള്ള F-35 പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പോലും S-500ന്റെ റഡാർ കണ്ണുകളിൽ നിന്ന് ഒളിച്ചു നിൽക്കാൻ കഴിയില്ലെന്നത് ഗൗരവകരമായ കാര്യമാണ്. ഇത് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നു. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസം. എന്നാൽ S-500 അതിനോടൊപ്പമുള്ള റഷ്യൻ സാങ്കേതിക വിദ്യയും ഇറാൻ ലഭിക്കുന്നതോടെ അമേരിക്കൻ കപ്പലുകൾക്ക് മേഖലയിൽ സുരക്ഷിതമായി തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഇറാന്റെ തീരങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുമ്പോൾ പോലും അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ ഇറാനിയൻ മിസൈലുകൾക്ക് സാധിക്കും. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നത് അമേരിക്കയുടെ സൈനിക പിന്മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം അവർക്ക് അങ്ങേയറ്റം അപകടകരമാണ്. ശത്രു രാജ്യത്തിന്റെ ആകാശത്തേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ ശേഷി S-500 ഇല്ലാതാക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. സ്വന്തം ആകാശത്ത് സുരക്ഷിതമായിരുന്നു കൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ ഇപ്പോൾ കഴിയും. ഇത് ഇസ്രായേലിനെ പ്രതിരോധമില്ലാത്ത അല്ലെങ്കിൽ ആക്രമണ സാധ്യതകൾ പരിമിതമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഡഗ്ലസ് മാർഗ്രേഗറുടെ വിശകലനം അനുസരിച്ച് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നിഴൽ യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് സമാനമായ നിലയിലേക്ക് വളർന്നിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം അഭൂതപൂർവമായ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. റഷ്യയുടെ ആയുധ സാങ്കേതിക വിദ്യയും ഇറാന്റെ തന്ത്രപരമായ സ്ഥാനവും ഒന്നുചേരുമ്പോൾ അത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങൾ മാറുന്നതിന്റെ ലക്ഷണമാണ്. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾക്ക് പുറമെ സാങ്കേതികമായ ഒരു യുദ്ധം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നത് അദൃശ്യ വിമാനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും S-500 പോലുള്ള സംവിധാനങ്ങൾക്ക് മുന്നിൽ അവ വെറും സാധാരണ വിമാനങ്ങളായി മാറുന്നു. ഇത്രയും കാലം അമേരിക്കൻ വിമാനങ്ങളുടെ ഈ അദൃശ്യ ശേഷിയിലായിരുന്നു ഇസ്രായേലും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ സാങ്കേതിക വിദ്യയെ മറികടക്കാൻ റഷ്യക്ക് സാധിച്ചതോടെ യുദ്ധഭൂമിയിലെ മുൻതൂക്കം ഇറാന്റെ പക്ഷത്തേക്ക് മാറിയിരിക്കുകയാണ്. മേഖലയിലെ ഈ മാറ്റങ്ങൾ ഗൾഫ് രാജ്യങ്ങളെയും പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ സംരക്ഷണം ഇനി എത്രത്തോളം ഫലപ്രദമായിരിക്കും എന്ന ചോദ്യം അവരിലും ഉയരുന്നുണ്ടാകാം. സൗദി അറേബ്യയും UAEയും പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ നയങ്ങളിൽ മാറ്റം വരുത്താനും റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കാനും ഇത് കാരണമായേക്കും. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന ഏകപക്ഷീയമായ സ്വാധീനം ഇതോടെ അവസാനിക്കുകയാണ്. അമേരിക്കൻ സൈനിക നേതൃത്വം ഈ സാഹചര്യത്തെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് കാണുന്നത്. വിമാനവാഹിനി കപ്പലുകൾ പിൻവാങ്ങുന്നത് ഭീരുത്വം കൊണ്ടല്ല, മറിച്ച് തന്ത്രപരമായ ഒരു പിന്മാറ്റമാണ്. ശത്രുവിന്റെ കയ്യിൽ തകർക്കാൻ കഴിയാത്ത ആയുധങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വന്തം സൈനിക ആസ്തികൾ സംരക്ഷിക്കേണ്ടത് ഏതൊരു സൈന്യത്തിന്റെയും കടമയാണ്. എങ്കിലും ഈ പിന്മാറ്റം ലോകത്തിന് നൽകുന്ന സന്ദേശം അമേരിക്കയുടെ ശക്തി ക്ഷയിക്കുന്നു എന്നത് തന്നെയാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഈ സംഭവം സൂചനകൾ നൽകുന്നുണ്ട്. വലിയ തോതിലുള്ള ബോംബാക്രമണങ്ങൾക്കോ വ്യോമാക്രമണങ്ങൾക്കോ പകരം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനെ നിസ്സഹായനാക്കുന്ന രീതിയിലായിരിക്കും ഇനി വരാനിരിക്കുന്ന യുദ്ധങ്ങൾ. ഇറാൻ അവരുടെ പ്രതിരോധം ശക്തമാക്കുന്നതോടെ മേഖലയിൽ ഒരു പുതിയ സമാധാന അന്തരീക്ഷമാണോ അതോ മറ്റൊരു യുദ്ധത്തിനുള്ള
തയ്യാറെടുപ്പാണോ നടക്കുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ആയുധ വിപണിയിലും ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. റഷ്യൻ ആയുധങ്ങളുടെ കരുത്ത് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ S-400, S-500 തുടങ്ങിയ സംവിധാനങ്ങൾക്കായി റഷ്യയെ സമീപിക്കാൻ ഇത് കാരണമാകും. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും റഷ്യ ഇത്രയും വലിയൊരു സൈനിക സഹായം ഇറാന് നൽകിയത് അവരുടെ രാഷ്ട്രീയ ദൃഢനിശ്ചയത്തെയാണ് കാണിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക കൂട്ടുകെട്ട് പശ്ചിമേഷ്യയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളും അമേരിക്കയുടെ തന്ത്രപരമായ പരാജയങ്ങളും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. സൈനികമായ മേധാവിത്വം ഇനി സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ആസൂത്രണത്തിന്റെയും കൈകളിലായിരിക്കും. ഡഗ്ലസ് മാർഗ്രേഗർ പറയുന്നത് പോലെ മാറുന്ന ഈ ലോകക്രമത്തിൽ പഴയ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് വിജയിക്കാൻ ആർക്കും കഴിയില്ല. വിപണിയിലെ സ്വാധീനവും സൈനിക ശക്തിയും തമ്മിലുള്ള ബന്ധം ഇവിടെ വ്യക്തമാകുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധം തകരുന്നതോടെ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും. ഫലസ്തീൻ പ്രശ്നം ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഇറാന് കൂടുതൽ ശബ്ദമുയർത്താൻ ഇത് കരുത്തു നൽകും. അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തന്ത്രങ്ങൾ പൂർണ്ണമായും പൊളിച്ചെഴുതേണ്ട സമയമാണിത്. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ അധികാരമാറ്റം ഭാവിയിലെ സംഘർഷങ്ങളെ എങ്ങനെ ബാധിക്കും എന്നാണ്. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുമ്പോഴും അണിയറയിൽ നടക്കുന്നത് വലിയ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സന്തുലിതാവസ്ഥ തെറ്റിയ ഈ അന്തരീക്ഷം വരും ദശാബ്ദങ്ങളിൽ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം.